إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ അറിയിച്ചു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹു പറയുന്നു, ഓ നബിയേ, വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ, എന്നെ വിളിച്ചു തേടുന്നവൻ എന്നോട് തേടിയാൽ, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നതാണ് ഞാൻ. ഫല്യസ്തജീബൂ ലീ, അതുകൊണ്ട് എൻ്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകട്ടെ. വൽയുഅ്മിനൂ ബി, അവരെന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടിയത്രേ അത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ നമ്മെ അറിയിക്കുന്നു, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. അല്ലാഹു 7 ആകാശങ്ങൾക്ക് മീതെയാണ് അവനുള്ളത്. എന്നാൽ അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കഴിവുകൊണ്ടും ഓരോ അടിമയുടെയും അടുത്ത് തന്നെ, സമീപത്ത് തന്നെയുണ്ട് എന്നല്ലാഹു അറിയിക്കുകയാണ്. വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, പ്രയാസമനുഭവിക്കുന്നവൻ, ആവശ്യമുന്നയിക്കാനുള്ളവൻ, അവനെന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം നൽകാം എന്നല്ലാഹു തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ആയത്തിൽ നിന്നും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രതീക്ഷ അത് വർദ്ധിക്കേണ്ടതാണ്. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ്റെ കൈകളിലാണ് സർവാധികാരമുള്ളത്. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് എല്ലാം നൽകേണ്ടത്, എല്ലാം അവൻ്റെ കൈകളിലാണ്. അല്ലാഹു പറഞ്ഞില്ലേ, മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഏതൊരു ജന്തുവുണ്ടോ, ഏതൊരു ജീവിയുണ്ടോ, അതിൻ്റെ എല്ലാം മൂർധാവ് അല്ലാഹു അവൻ പിടിച്ചിരിക്കുകയാണ്, അവൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള ചിന്ത അത് നാം നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളേക്കാൾ നമ്മോട് കാരുണ്യമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവിനോട് ചോദിക്കാം, അല്ലാഹു നൽകും. അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് അതിൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അവൻ അടുക്കുകയാണ്, റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്, അല്ലാഹുവുമായി അവൻ അടുക്കുകയാണ്, അല്ലാഹുവുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഏറെ പ്രിയങ്കരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. സഹോദരങ്ങളെ,
പ്രാർത്ഥന എന്നത്, ദുആ എന്നത്, തേട്ടമെന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്ത് പാരായണം ചെയ്തു. അള്ളാഹു പറഞ്ഞു, സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബിദാ അള്ളാഹു ഇതാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹു പറയുന്നു, തീർച്ചയായും ആരാണോ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അഹങ്കാരം കാണിക്കുന്നത് അവൻ നിന്ദ്യനായി വഴിയെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ്, മലിക്കുൽ ജബ്ബാറായ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അവൻ്റെ അടിമകളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ റബ്ബിദാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ താഴ്മയാണ്, വിനയമാണ്, അള്ളാഹുവിലേക്കുള്ള നമ്മുടെ ആവശ്യമാണ്, റബ്ബിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള അടുപ്പമാണ്, അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. അതിന് മാധുര്യമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനേറെ ഔദാര്യമുള്ളവനാണ്, അവനേറെ കാരുണ്യമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഹയ്യാണ്, അവൻ ലജ്ജയുള്ളവനാണ്, അവൻ കരീമുൻ, അവൻ ഉദാരതയുള്ളവനാണ്. യസ്തഹി മിൻ അബ്ദിഹി, ഒരടിമയുടെ കാര്യത്തിൽ അവൻ ലജ്ജിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈ അൻ യറുദ്ദഹുമാ സിഫ്റാ, ഒരടിമ അവനിലേക്ക് അവൻ്റെ കരങ്ങൾ, ഇരു കൈകൾ ഉയർത്തുകയും എന്നിട്ട് ആ കരങ്ങളെ പൂജ്യമായി, ശൂന്യമായി, ഒന്നുമില്ലാതെ മടക്കി അയക്കുകയും ചെയ്യുക എന്ന കാര്യത്തിൽ റഹ്മാനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, എന്തുമാത്രം മനോഹരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നത്, എത്ര മനോഹരമായ കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെക്കൊണ്ട് യാതൊരു ആവശ്യവുമില്ലാത്തവനാണ്, അവൻ ധന്യനാണ്, അവൻ എല്ലാ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും സ്തുതിക്കർഹതയുള്ളവനാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അള്ളാഹുവിനോട് ആരാണോ ചോദിക്കാത്തത്, പ്രാർത്ഥിക്കാത്തത്, അള്ളാഹു അവരോട് കോപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ ലം യസ്അലില്ലാഹ് യഗ്ളബ് അലൈഹി, തീർച്ചയായും ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത്, പ്രാർത്ഥിക്കാത്തത്, അള്ളാഹു അവനോട് കോപിക്കും. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരുന്നാൽ അള്ളാഹു നമ്മോട് കോപിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള റബ്ബിനെ വിട്ടുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഒരടിമക്ക് സാധിക്കും? റബ്ബിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു കോപിക്കുമെന്നാണ്. ഒരു കവി പറഞ്ഞതായി, പാടിയതായി നമുക്ക് കാണാം, ലാ തത്ലുബന്ന ബുനയ്യ ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഗ്ലഖ് അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു. മനുഷ്യനോട്, ആദമിൻ്റെ പുത്രനോട് നീ നിന്റെ ആവശ്യങ്ങൾ ചോദിക്കരുത്, മറിച്ച് ഒരിക്കലും അടക്കാത്ത, ഒരാളുടെ മുന്നിലും കൊട്ടിയടക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാതിൽക്കൽ നീ മുട്ടുക, അവനോട് നീ ചോദിക്കുക. കാരണം അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അല്ലാഹു റബ്ബുൽ ആലമീൻ നീ അവനോട് ചോദിക്കാതിരുന്നാൽ, അവനോടുള്ള ചോദ്യം നീ ഉപേക്ഷിച്ചാൽ അല്ലാഹു നിന്നോട് കോപിക്കും. വബുനയ്യു ആദം, എന്നാൽ മനുഷ്യപുത്രൻ, ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ, ഹീന യുസ്അലു യഗ്ളബു, നീ അവനോട് ചോദിച്ചാലാണ് അവന് നിന്നോട് കോപമുണ്ടാവുക. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോട് എത്ര കണ്ട് ചോദിച്ചാലും അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമാണ്. എന്നാൽ മനുഷ്യരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും നമുക്ക് എത്ര തവണ ചോദിക്കാൻ സാധിക്കും? ഒരിക്കലോ, 2 തവണയോ 3 തവണയോ ഒരുപക്ഷെ ചോദിക്കാം. അതിൽ തന്നെ ആദ്യം ചോദിച്ച അതേ അവസ്ഥയായിരിക്കുകയില്ല രണ്ടാമത് ചോദിക്കാൻ പോയാൽ. 3-മതും 4-മതും 5-മതും മനുഷ്യരുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, മനുഷ്യരുടെ മുഖം അതിന് വാട്ടമുണ്ടാകും, മാറ്റമുണ്ടാകും. എന്തേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോട്
എത്ര കണ്ട് ചോദിച്ചാലും അള്ളാഹുവിനത് ഇഷ്ടമാണ്. സഹോദരങ്ങളെ, ചോദിക്കാതിരുന്നാലാണ് അള്ളാഹുവിന് നമ്മോട് കോപമുണ്ടാവുക എന്നാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തു ഗാഫിറിലെ നേരത്തെ കേട്ട വഖാല റബ്ബുക്കും ഉദ്ഊനി യസ്തജിബ് ലക്കും എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം. നിങ്ങളുടെ റബ്ബ് നിങ്ങളോടിതാ പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞാൽ ഹാദാ മിൻ ഫദ്ലിഹി തബാറക വതആല വകറമിഹി, അത് അല്ലാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ ഉദാരതയും അതിൽപ്പെട്ട കാര്യമാണത്. അന്നഹു അല്ലാഹു റബ്ബുൽ ആലമീൻ നദബ ഇബാദഹു ഇലാ ദുആഇ, അല്ലാഹു അവൻ്റെ അടിമകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അല്ലാഹു അവൻ്റെ അടിമകളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കൂ. വതകഫല ലഹും ബിൽ ഇജാബ, അല്ലാഹു ഉത്തരം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇരു കരങ്ങളും നീട്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസങ്ങളായി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാറുണ്ടോ? നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമ്മൾ ചോദിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. മഹാനായ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, യാ മൻ അഹബ്ബു ഇബാദിഹി ഇലൈ മൻ സഅലഹു ഫഅക്സറ സുആല, തൻ്റെ അടിമ ചോദിക്കുകയും ചോദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അതിഷ്ടപ്പെടുന്നവനെ, വയാമൻ അബ്ഗദു ഇബാദിഹി ഇലൈ മൻ ലം യസ്അലുഹു, തൻ്റെ അടിമ ചോദിക്കാതിരുന്നാൽ കോപിക്കുകയും ചെയ്യുന്നവനെ, അല്ലാഹുവേ വലൈസ കദാലിക ഗൈറുക യാ റബ്ബ്, എൻ്റെ റബ്ബേ അല്ലാഹുവേ ഇതുപോലെ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. സഹോദരങ്ങളെ, എത്ര മനോഹരമായ വാക്കാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോടുള്ള ചോദ്യം എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കാൻ അത് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി സുബ്ഹാനഹു മിനദ് ദുആ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാൾ ആദരവ് ലഭിക്കുന്ന മറ്റൊരു കാര്യവും ഇല്ല തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് റിസ്ക് ആവശ്യമുണ്ടോ? അള്ളാഹുവിനോട് ചോദിക്കാം. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാകുന്നു എല്ലാ സൃഷ്ടികളുടെയും റിസ്ക് ഉടമപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിനോട് ചോദിക്കാം. ഉപജീവനം, ജോലിയുടെ കാര്യമാണോ? അള്ളാഹുവിലേക്ക് മടങ്ങാം, റബ്ബിനോട് ചോദിക്കാം. ശരീരത്തിന് ആഫിയത്ത് വേണോ? അള്ളാഹുവിനോട് ചോദിക്കാം. നല്ല ഇണയെ വേണോ? അള്ളാഹുവിനോട് ചോദിക്കാം. നല്ല സന്താനങ്ങൾ വേണോ? റബ്ബിനോട് ചോദിക്കാം. സ്വർഗം വേണോ? നരകത്തിൽ നിന്നും മോചനം വേണോ? ഹിദായത്ത് വേണോ? അതിൽ ഉറച്ചു നിൽക്കണമോ? അള്ളാഹുവിനോട് ചോദിക്കാം. റബ്ബിനോടാണ് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ ദിനേന 17 തവണ നമ്മൾ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ അതിൻ്റെ ആദ്യ ഭാഗം അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രശംസയും പുകഴ്ത്തലുമാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരു ദിവസം 17 തവണ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ചോദിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായി നിസ്കരിക്കാനുള്ള റക്അത്തുകൾ 17 റക്അത്തുകളാണ്. നമ്മുടെ മേൽ അത് നിർബന്ധമാണ്. ആ 17 റക്അത്തുകളിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ ചൊവ്വായ പാതയിൽ ദീനിൽ നീ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്നാവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ചോദിക്കുന്നു. അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ എത്രയോ നമ്മൾ ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ആവശ്യം? അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്നതാണ്. അവനൊരിക്കലും ശൂന്യമായി നമ്മുടെ കൈകൾ മടക്കുകയില്ല. അള്ളാഹു അത് അവൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചിരിക്കുന്നു. വസ്അലുല്ലാഹ മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങൾ അവനോട് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. അള്ളാഹു പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. തളർറുഅൻ വഖുഫിയ, താഴ്മയോടെ വിനയത്തോടെ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വദ്ഉഹു ഖൗഫൻ വതമഅ, അള്ളാഹു അതാ വീണ്ടും പറയുന്നു, വദ്ഉഹു, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ഖൗഫൻ വതമഅൻ, പ്രതീക്ഷയോടെ ഭയപ്പാടോടെ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്
ഇഹ്സാനുള്ള ജീവിതം നന്നാക്കിയ, അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹു കാണുമെന്ന ചിന്തയോടെ അവനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ സമീപത്ത് തന്നെയുണ്ട് റബ്ബിൻ്റെ കാരുണ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു അതിലേക്ക് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. കാരണം അള്ളാഹുവാണ് നമ്മെ ക്ഷണിച്ചത്. ലോകത്ത് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും, ഒരാരാധ്യനും ഒരാരാധിക്കപ്പെടുന്ന വ്യക്തിയും എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെവിടെയും പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കുകയുമില്ല, പറയാൻ കഴിയുകയുമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ, നമ്മുടെ റബ്ബ്, അവന് നമ്മെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. അവൻ ഗനിയാൻ. അള്ളാഹുവിലേക്ക് നമ്മളാണ് ആവശ്യക്കാർ. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫുഖറാക്കളാണ്, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആകട്ടെ സുബ്ഹാനഹു വ തആല അവൻ അൽ ഗനിയാണ്, അവൻ ധന്യനാണ്. ഒരാളുടെയും ആശ്രയം അവൻ ആവശ്യമില്ല, ഒരാളുടെയും സഹായം അവൻ ആവശ്യമില്ല. അവൻ അൽ ഹമീദ്, അവൻ സ്തുത്യർഹനാണ്. ഏതവസ്ഥയിലും അള്ളാഹു സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. ഒരു മുഅ്മിൻ അവന് സന്തോഷമുണ്ടായാൽ അള്ളാഹുവിനെ സ്തുതിക്കും. ഒരു മുഅ്മിൻ അവന് പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ് എന്നാണ് ഒരടിമ, ഒരു മുഅ്മിൻ സദാസമയം പറയുന്നത്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിച്ചിരിക്കുന്നു, നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. സഹോദരങ്ങളെ, മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മഹത്തായ വാചകം നമുക്ക് ഇപ്രകാരം കാണാം: ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ അഹ്മിലു ഹമ്മദ് ദുആ. തീർച്ചയായും ഉത്തരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആവലാതിയില്ല. വലാകിൻ, മറിച്ച്, അഹ്മിലു ഹമ്മദ് ദുആ, എനിക്ക് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് എനിക്ക് ആവലാതി. സഹോദരങ്ങളെ, ആ വാക്കൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉത്തരം നൽകുമോ എന്ന കാര്യത്തിൽ പേടിയില്ല, ഭയമില്ല. കാരണം അല്ലാഹു ഉത്തരം ഏറ്റെടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് തൗഫീഖ് കിട്ടുന്നുണ്ടോ, അതിലാണ് നമുക്ക് ഭയമുണ്ടാവേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണിത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇദാ ഉൽഹിംതു ദുആ അലിംതു അന്നൽ ഇജാബത മഅഹു. എനിക്ക് പ്രാർത്ഥിക്കണം എന്നെൻ്റെ മനസ്സിന് തോന്നുകയാണെങ്കിൽ എനിക്കറിയാം, എനിക്കുറപ്പുണ്ട്, ആ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഉത്തരവുമുണ്ട്. അള്ളാഹു ഉത്തരം നൽകും. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഉത്തരം നൽകും. നമ്മൾ ചോദിക്കാത്തതാണ് പ്രശ്നം, നമ്മുടെ ചോദ്യത്തിൻ്റെ രീതിയാണ് പ്രശ്നം. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ, സമയമുണ്ടോ? നമ്മൾ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു, അമ്മൻ യുജീബുൽ മുൽത്തർ ഇദാ ദആ. കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ഫയക്ഷിഫു സൂഅ, അവൻ്റെ ആ പ്രയാസം, അവനകപ്പെട്ട ആ വിഷമം, അത് നീക്കം ചെയ്യാൻ, അത് മാറ്റാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ ചോദ്യം സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ. കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രയാസത്തിൻ്റെ വിളി, അതിനുത്തരം നൽകാൻ, ആ പ്രയാസം നീക്കാൻ, ഭൂമിയിൽ അധികാരം, സൗകര്യം നൽകാൻ ആരാണുള്ളത്? ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർക്ക് മറ്റു വല്ല ഇലാഹുകളുമുണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകും. ഏത് പ്രയാസഘട്ടത്തിലും, ഏത് കഷ്ടപ്പാടിൻ്റെ അവസരത്തിലും റബ്ബിനോട് മാത്രമാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് തിരുസുന്നത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ പ്രഖ്യാപനമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്ര ആയത്തുകളിൽ, ഇനിയും ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അവനോട് ചോദിക്കാൻ, അവനിലേക്ക് തിരിയാൻ, അവനോട് ആവശ്യപ്പെടാൻ, അവനോട് സങ്കടപ്പെടാൻ, അവനിലേക്ക് കാര്യങ്ങൾ ഇറക്കി വെക്കാൻ
അള്ളാഹു നബിമാർക്ക് ഉത്തരം നൽകിയ ചരിത്രം, അവരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിച്ചത് സഹോദരങ്ങളെ വെറുതെയല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ, നമുക്ക് ദൃഢനിശ്ചയത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഉത്തരം പ്രതീക്ഷിക്കാൻ അതിനുവേണ്ടിയാണ്. ആ പ്രാർത്ഥന കൊണ്ട് ആസ്വാദനം ലഭിക്കുന്ന ആളുകളിൽ സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെടണം. മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം അല്ലാഹു സൂറത്തു മറിയമിൻ്റെ തുടക്കത്തിൽ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം വയസ്സായിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തലമുടി വെളുത്തിരിക്കുന്നു, എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞ വാക്ക് വലം അകും ബിദുആഇക റബ്ബി ഷഖിയ്യ, റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട്, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ദൗർഭാഗ്യവാനായി പോയിട്ടില്ല റബ്ബേ. കാലങ്ങളോളം പ്രാർത്ഥിച്ചു ഒരു കുട്ടിക്ക് വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഉത്തരം നൽകിയത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കാണിത്. ഇന്ന് പല ആളുകളും അള്ളാഹുവിനോട് ചോദിക്കും, ഒന്നോ രണ്ടോ തവണ ദുആ ചെയ്യും, പിന്നെ ആളുകളോട് ദ്വാരക്കണേ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും എവിടെ ഉത്തരം, എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാളുകൾ പരാതി പറയാറുണ്ട്. മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്ക് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൗർഭാഗ്യവാനായി പോയിട്ടില്ല എന്നാണ്. കാലങ്ങളോളം പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് വെറുതെയാക്കുകയില്ല, ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഏതാവശ്യവും അള്ളാഹുവിനോട് നമ്മൾ ആദ്യം പറയണം. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ആളുകളോട് അവരുടെ കഴിവിൽപ്പെട്ട അവർക്ക് തരാൻ സാധിക്കുന്ന സഹായം ചോദിക്കാം, അതിനനുവാദമുണ്ട് എന്നിരിക്കെ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് വല്ലതും താഴെ വീണാൽ അതുവരെ ഒരാളോടും ആവശ്യപ്പെടാതെ ഇറങ്ങി വന്ന് എടുക്കുമെന്നാണ്. കാരണം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നതാണ് അവർ പഠിച്ചു വച്ചത്. ദ്വാരക്കണേ എന്ന് പറയുമ്പോൾ സലഫുകളിൽ മുൻഗാമികളിൽ പലരും പറയാറുള്ളത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ, കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരുണ്ടവൻ ഉത്തരം നൽകാൻ, അവൻ്റെ പ്രയാസം നീക്കാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചിരിക്കുന്നു. ചില മുൻഗാമികളുടെ അടുക്കൽ അവർക്ക് രോഗം ബാധിച്ച സന്ദർഭത്തിൽ ചില ആളുകൾ കാണാൻ വന്നപ്പോൾ, അവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം നിങ്ങളുടെ ദുആഇനിപ്പോൾ അള്ളാഹു ഉത്തരം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പ്രയാസം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹു ഉത്തരം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രാർത്ഥന എന്നത് റബ്ബിനുള്ള ഇബാദത്താണ്. അതിൽ ആസ്വാദനവും ആനന്ദവും കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമാറാവട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ചോദിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങൾ നീക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.